Plus 1 revision series 7. If 1 by 6 factorial plus 1 by 7 factorial is equal to x by 8 factorial, find x. If NC2 is equal to NC8, find NC2. Given that 1 by 6 factorial plus 1 by 7 factorial is equal to x by 8 factorial, find x. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 8 ഫാക്ടോറിയൽ കൊണ്ട് ത്രൂ ഔട്ട് ഇൻറ്റു ചെയ്യുന്നു. 8 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് 8 ഫാക്ടോറിയൽ ഇൻറ്റു 1 ബൈ 7 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ബൈ 8 ഫാക്ടോറിയൽ. കൂട്ടത്തിൽ വലിയ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 6, 7, 8 ഇതിൽ കൂടിയ നമ്പറായ 8 ഫാക്ടോറിയൽ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഓരോ ടേം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ക്യാൻസലേഷൻ, ഫാക്ടോറിയലിൻ്റെ ക്യാൻസലേഷൻ ബാക്ക്വേർഡ് കൗണ്ടിങ് ചെയ്താൽ മതി. മേളത്തെ 8, അതിൻ്റെ ബാക്കിൽ 7, അതിൻ്റെ ബാക്കിൽ 6 ഇതിലുള്ളത് കൊണ്ട് ബാക്കി എല്ലാ ടേംസും ക്യാൻസലായി പോകും. പ്ലസ് ഇവിടെ 8 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ 8, അതിൻ്റെ ബാക്കിൽ 7 ആണ്, അത് മുതലുള്ളത് ക്യാൻസലായി പൊക്കോളും. ദിസ് ഈസ് ഈക്വൽ ടു ഇവിടെ 8 ഫാക്ടോറിയലും 8 ഫാക്ടോറിയലും ക്യാൻസലാകും. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 7 പ്ലസ് 8. 8 ഇൻറ്റു 7 ഈസ് 56 പ്ലസ് 8 ഈസ് ഈക്വൽ ടു എക്സ്. ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 64. Given that NC8 is equal to NC2, we know that if NCA is equal to NCB, then N is equal to A plus B. NCA is equal to NCB ആണെങ്കിൽ N എന്ന് പറയുന്നത് A plus B ആയിരിക്കും. Applying this result, NC8 is equal to NC2 implies N is equal to 8 plus 2, that is 10. N is equal to 8 plus 2, 10. Therefore, NC2 is equal to 10C2. 10C2 is 10 factorial by 10 minus 2, 8 factorial into 2 factorial. 10C2 is equal to 10 factorial by 8 factorial into 2 factorial, that is 45. 10C2 നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നതാണ്. Find n if 2NC3 is to NC3 is equal to 11 is to 1. Given that 2NC3 is to NC3 is equal to 11 is to 1. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. 2NC3 is to NC3 means 2NC3 by NC3 is equal to 11 is to 1 means 11 by 1. ഓക്കെ, നമുക്ക് ആദ്യം 2NC3യും NC3യും കണ്ടുപിടിച്ച ശേഷം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നൗ 2NC3 is equal to by formula 2n factorial by 2n minus 3. 2n minus 3 factorial into 3 factorial. 2n factorial by 2n minus 3 factorial into 3 factorial. This is equal to, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ ബാക്ക്വേർഡ് കൗണ്ടിങ്. 2n, അതിൻ്റെ ബാക്കിൽ 2n minus 1, അതിൻ്റെ ബാക്കിൽ 2n minus 2, അതിൻ്റെ ബാക്കിൽ 2n minus 3. അത് വേണ്ട. Now 3 factorial. 3 factorial is 6. ശ്രദ്ധിക്കുക, ഈ കാൽക്കുലേറ്ററിൻ്റെ x⁻⁻1 എന്നുള്ള ബട്ടൻ്റെ വെളിയിലാണ് ഫാക്ടോറിയലിൻ്റെ സിമ്പൽ എക്സ് ഫാക്ടോറിയൽ. അത് കണ്ടുപിടിക്കാനായിട്ട് 3 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനായിട്ട് 3 ബട്ടൺ ഞെക്കുക. അതിനുശേഷം ഷിഫ്റ്റ് അടിച്ച ശേഷം ഈ x⁻⁻1ൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുക. കാരണം x⁻⁻1ൻ്റെ പുറത്താണ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ ഓപ്പറേഷൻ വർക്കാണെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം. അപ്പോൾ 3 ആദ്യം പ്രസ് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഈ ഫാക്ടോറിയലിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫാക്ടോറിയൽ 6 എന്ന് കിട്ടും. ഓക്കെ, നൗ NC3 ഇതേപോലെ ചെയ്യാം. NC3 is n factorial by n minus 3 factorial into 3 factorial.
n factorial by n minus 3 factorial into 3 factorial that is equal to ഇത് തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം എന്നിൻ്റെ ബാക്കിൽ n minus 1 അതിൻ്റെ ബാക്കിൽ n minus 2 അതിൻ്റെ ബാക്കിൽ n minus 3 വേണ്ട divided by 3 factorial is 6. Therefore NC3 is n factorial by n minus 3 factorial into 3 factorial backward counting n minus 1 n minus 2 n minus 3 താഴെ ഉള്ളതുകൊണ്ട് അത് തുടങ്ങിയ ടേംസ് എഴുതേണ്ട ആവശ്യമില്ല. Now 3 factorial is 6. ഇത് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിലാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. 2nc3യുടെ സ്ഥാനത്ത് 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഡിവൈഡഡ് ബൈ 6 ഹോൾ ഡിവൈഡഡ് ബൈ nc3യുടെ സ്ഥാനത്ത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ബൈ 6 is equal to 11 by 1. 6ഉം 6ഉം ക്യാൻസൽ ആവും. ബാക്കിയുള്ള ടേംസ് ഒന്നിച്ച് എഴുതാൻ 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു ഈ 2n മൈനസ് 2ൽ 2 കോമൺ ആണ്. ഇത് നമുക്ക് പുറത്ത് എഴുതാം. അത് പ്രത്യേകം ഓർത്തോണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 2n മൈനസ് 2ൻ്റെ 2 പുറത്തെടുക്കുമ്പോൾ n മൈനസ് 1 വരും ബൈ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇസ് ഈക്വൽ ടു 11 ബൈ 1. എന്നും എന്നും ക്യാൻസലാവും. n മൈനസ് 1 n മൈനസ് 1 ക്യാൻസൽ ആവും. ബാക്കിയുള്ള ടേംസ് 4 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു 2n മൈനസ് 1 ബൈ n മൈനസ് 2 ഈസ് ഈക്വൽ ടു 11 ബൈ 1. ക്രോസ് ചെയ്യുക. 4 ഇൻറ്റു 2n മൈനസ് 1 ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു n മൈനസ് 2. 4 ഇൻറ്റു 2n മൈനസ് 1 ഇസ് ഈക്വൽ ടു 11 ഇൻറ്റു n മൈനസ് 2. 4 അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 8n മൈനസ് 4 ഇസ് ഈക്വൽ ടു 11n മൈനസ് 22. 4 ഇൻറ്റു 2n 8n, 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4, 4 ഇൻറ്റു 11 ഇൻറ്റു n 11n മൈനസ് 22. 8n മൈനസ് 11n ഇസ് ഈക്വൽ ടു മൈനസ് 22 പ്ലസ് 4. minus 3n is equal to minus 18. n is equal to minus 18 by minus 3, that is equal to 6. Value of n is 6. How many chords can be drawn through 21 points on a circle? Second part, how many diagonals does a polygon of 8 vertices have? We are given 21 points on a circle. That means we are given 21 non-collinear points. നമുക്കറിയാം 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു കോഡ് കിട്ടും. അതുപോലെ കോഡ് ഫോർമേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷനാണ്, അത് സെലക്ഷനാണ്, അറേഞ്ച്മെൻ്റ് അല്ല. Therefore number of chords is equal to ടോട്ടൽ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഗിവൺ എന്ന് പറയുന്നത് 21 ആണ്. കോമ്പിനേഷൻ ഒരു സമയത്ത് 2 പോയിൻ്റ് ചേർത്താണ് ഒരു കോഡ് വരയ്ക്കുന്നത്. Therefore number of chords is 21c2. Now 21c2 is 21 factorial by 21 minus 2, 19 factorial into 2 factorial is equal to 210. 21c2 കാൽക്കുലേറ്ററിൽ ഉപയോഗിച്ച് ചെയ്യാം. In the second part, we have to find the number of diagonals of a polygon of 8 vertices. ഒരു 8 vertices ഉള്ള ഒരു ഒക്ടഗണിൻ്റെ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒക്ടഗണിൻ്റെ അല്ലെങ്കിൽ പോളിഗൺ ഓഫ് 8 വെർട്ടിസസിൻ്റെ 2 വെർട്ടിസസ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സൈഡോ അല്ല എങ്കിൽ ഒരു ഡയഗണലോ ആണ് കിട്ടുന്നത്. നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെർട്ടിസസ് 2 വെർട്ടിസസ് അഡ്ജസൻ്റ് ആണെങ്കിൽ സൈഡ് കിട്ടും. അതേസമയം അഡ്ജസൻ്റ് അല്ല എങ്കിൽ ഡയഗണലാണ് കിട്ടുന്നത്. ഈ 2 വെർട്ടിസസ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡയഗണലാണ്. അതേസമയം ഈ 2 അഡ്ജസൻ്റ് വെർട്ടിസസ് ജോയിൻ ചെയ്താൽ കിട്ടുന്നത് ഒരു സൈഡാണ്. അപ്പോൾ ഈ 8 വെർട്ടിസസിൽ 2 എണ്ണം വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് ആണ്. Therefore നമ്പർ ഓഫ് ഡയഗണൽസ് പ്ലസ് number of sides is equal to ആകെ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് 8. C
ഒരു സമയത്ത് ഉപയോഗിക്കുന്നത് 2. therefore 8C2. 8C2 എന്ന് പറയുന്നത് ഏതെങ്കിലും രണ്ട് വെർട്ടിസസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ലൈനുകളുടെ എണ്ണമാണ്. അത് ഡയഗണലുമാകാം സൈഡുമാകാം. 8C2 is 8 factorial by 6 factorial into 2 factorial, that is 28. ഈ ഒക്ടഗണിന് 8 വെർട്ടിസസ് ആണുള്ളത്, അതുപോലെ 8 സൈഡ്സും ഉണ്ടാകും. 8 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിന് 8 വെർട്ടിസസും 8 സൈഡ്സും ഉണ്ടാകും. therefore number of diagonals plus 8 is equal to 28. Number of diagonals plus 8 is equal to 28. Number of diagonals plus number of sides. Number of sides 8 എന്ന് കൊടുത്തു. therefore number of diagonals is equal to 28 minus 8, that is 20. In how many ways can a team of 3 boys and 3 girls be selected from a group of 5 boys and 4 girls? We have to form a team of 3 boys and 3 girls from 5 boys and 4 girls. ടീം സെലക്ഷൻ ഈസ് കോമ്പിനേഷൻ. ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. ടീം സെലക്ഷൻ ആണ്. therefore ടീം സെലക്ഷൻ ഈസ് കോമ്പിനേഷൻ. നമ്പർ ഓഫ് ടീംസ്, ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് നോക്കുക. വി ഹാവ് ടു സെലക്ട് 3 boys ഫ്രം 5 boys. therefore 5C3. തന്നിരിക്കുന്നത് 5 ബോയ്സിനെയാണ്, സെലക്ട് ചെയ്യേണ്ടത് 3 ബോയ്സിനെയാണ്. ആൻഡ് എന്ന് പറയുമ്പോൾ കോമ്പിനേഷനിൽ ഇൻറ്റു ആണ്. ആൻഡ് യു ഹാവ് ടു സെലക്ട് 3 ഗേൾസ് ഫ്രം 4 ഗേൾസ്. 3 ഗേൾസിനെ 4 ഗേൾസിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. 4C3. therefore 3 boys from 5 boys 5C3 and means into, and 3 girls from 4 girls 4C3. now 5C3 is 5 factorial by 5 minus 3 2 factorial into 3 factorial into 4C3 is 4 factorial by 4 minus 3 1 factorial into 3 factorial. കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല. 5C3 എന്ന് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. 5C3 is 10 and 4C3 is 4. therefore 40. 10 into 4 40. Find the number of ways of selecting 9 balls from 6 red balls, 5 white balls and 5 blue balls if each selection consists of 3 balls of each color. We have to select 9 balls from 6 red balls, 5 white balls and 5 blue balls, and each selection consists of 3 balls of each color. നമ്മൾ സെലക്ട് ചെയ്യുന്ന 9 ബോളിൽ എല്ലാ കളറിലെയും 3 ബോളുകൾ വെച്ചുണ്ടായിരിക്കണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് വി ഹാവ് ടു സെലക്ട് 3 red ball and 3 white balls and 3 blue balls. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് 3 റെഡ് ബോളുകളും 3 വൈറ്റ് ബോളുകളും 3 ബ്ലൂ ബോളുകളുമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് 9 ബോളുകൾ കിട്ടുകയും ചെയ്യും. എല്ലാ കളറിലെയും 3 ബോളുകൾ വെച്ചുണ്ടാവുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ എഴുതിയ സ്ഥിതിക്ക് ഇനി വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് വേസ് ഈസ് ഈക്വൽ ടു 3 red balls from 6 red balls. 6C3. സെലക്ഷൻ എപ്പോഴും കോമ്പിനേഷനാണ്. 6 റെഡ് ബോൾസിൽ നിന്നും 3 റെഡ് ബോൾസ് സെലക്ട് ചെയ്യാനുള്ള നമ്പർ ഓഫ് വേസ് 6C3. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആണ് വരിക. 3 വൈറ്റ് ബോൾസ് ഫ്രം 5 വൈറ്റ് ബോൾസ് ഫോർ 5C3 and means into 3 blue balls from 5 blue balls 5C3. 6C3 is 6 factorial by 3 factorial into 3 factorial. 5C3 is 5 factorial by 2 factorial into 3 factorial. 6C3 is 20.
5c3 is 10. Therefore, 20 into 10 into 10. Therefore, the answer is 2000. Evaluate a plus b the whole raised to 4 minus a minus b the whole raised to 4. Hence, or otherwise find root of 2 plus root of 3 the whole raised to 4 minus root 2 minus root 3 the whole raised to 4. a plus b the whole raised to 4 minus a minus b the whole raised to 4. ആദ്യം എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 ഈസ് 4c0 a raised to 4, 4c0, 4c1, 4c2, 4c3, 4c4. ഇതാണ് കോഎഫിഷ്യൻസ് വരുന്നത്. ആദ്യത്തെ ടേമിൽ ഫസ്റ്റ് ടേമായ എയുടെ മാക്സിമം പവർ എ റേസ് ടു 4 വരും, ബി സ്റ്റാർട്ട് ചെയ്യത്തില്ല. സെക്കൻഡ് ടേം 4c1 എയുടെ പവർ 1 കുറഞ്ഞു, ബി സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലസ് 4c2 എയുടെ പവർ 1 കൂടെ കുറഞ്ഞു, ബിയുടെ പവർ 1 കൂടെ കൂടി, ബി സ്ക്വയർ. പ്ലസ് 4c3 എയുടെ പവർ 1 കൂടെ കുറഞ്ഞ് എ ആയി, ബി സ്ക്വയറിൻ്റെ പവർ 1 കൂടെ കൂടി, ബി ക്യൂബായി. പ്ലസ് ലാസ്റ്റ് ടേമായ 4c4 വരുമ്പോൾ ഫസ്റ്റ് ടേമായ എ കാണുകയില്ല, ബിയുടെ മാക്സിമം പവർ ബി റേസ് ടു 4ൽ എത്തിച്ചേരും. Now we have to find the values of 4c1, 4c2, 4c3, etc. 4c1 is 1, 4c4 is 4, 4c2 is 6, 4c3 is 4, and 4c1 4 is 1. 4c4 is 1. This is equal to 1 into a raised to 4 plus 4 into a cube b plus 6 into a square b square plus 4 into ab cube plus 1 into b raised to 4. നമുക്ക് അതൊന്ന് നീറ്റായിട്ട് എഴുതാം. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4 ഈസ് എ റേസ് ടു 4 പ്ലസ് 4a cube b plus 6a square b square plus 4ab cube plus b raised to 4. ഇനി നമുക്ക് വേണ്ടത് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4 ആണ്. അത് വീണ്ടും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4ഉം എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4ഉം തമ്മിലുള്ള വ്യത്യാസം ഓൾട്ടർനേറ്റ് പോസിറ്റീവും നെഗറ്റീവും വരുമെന്നുള്ളതാണ്. അതായത് എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷനിൽ ഓൾട്ടർനേറ്റ് പോസിറ്റീവും നെഗറ്റീവും ഇട്ട് കൊടുത്താൽ അത് എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷൻ ആകും. അപ്പോൾ ഇത് നോക്കി നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേം എ റേസ് ടു 4, സെക്കൻഡ് ടേം മൈനസ് എ ക്യൂബ് ബി, തേർഡ് ടേം പ്ലസ് 6a square b square, ഫോർത്ത് ടേം മൈനസ് 4ab cube, ലാസ്റ്റ് ടേം പ്ലസ് b raised to 4. Now a plus b the whole raised to 4 minus a minus b the whole raised to 4. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യാം. a raised to 4 മൈനസ് a raised to 4 ക്യാൻസൽ ആകും. അടുത്തത് 4a cube b മൈനസ് 4a cube b. 4a cube b minus 4a cube b is 4a cube b plus 4a cube b. That is 8a cube b. 6a square b square minus 6a square b square cancel ആകും. 4ab cube minus 4ab cube. 4ab cube plus 4ab cube ഇതുപോലെ വരും 8ab cube. b raised to 4ഉം b raised to 4ഉം cancel ആകും. Therefore a plus b the whole raised to 4 minus a minus b the whole raised to 4 is 8a cube b plus 8ab cube. ശ്രദ്ധിക്കേണ്ട കാര്യം എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷൻ എഴുതി സിംപ്ലിഫൈ ചെയ്ത ശേഷം ഓൾട്ടർനേറ്റ് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുമ്പോൾ എ മൈനസ് ബി ദ ഹോൾ റേസ് ടു 4ൻ്റെ എക്സ്പാൻഷൻ ആവും. ഇതുപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് √3 പ്ലസ് √2 ദ ഹോൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ദ ഹോൾ റേസ് ടു 4 ആണ്. ഈ എക്സ്പാൻഷനിൽ എയുടെ സ്ഥാനത്ത് √3യും ബിയുടെ സ്ഥാനത്ത് √2വും കൊടുക്കുമ്പോൾ ഇത് √3 പ്ലസ് √2 ദ ഹോൾ റേസ് ടു 4 മൈനസ് √3 മൈനസ് √2 ദ ഹോൾ റേസ് ടു 4 എന്നാകും. അതുകൊണ്ട് ഇനി സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കിട്ടിയിരിക്കുന്ന ആൻസറിൽ എയുടെ സ്ഥാനത്ത് √3 എന്നും ബിയുടെ സ്ഥാനത്ത് √2 എന്നും കൊടുത്താൽ മതി. Therefore 8 into a cube √3 cube into √2
പ്ലസ് 8 ഇൻറ്റു √3 ഇൻറ്റു √2 ദ ഹോൾ ക്യൂബ്. എയുടെ സ്ഥാനത്ത് √3 എന്നും ബിയുടെ സ്ഥാനത്ത് √2 എന്നും കൊടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു √3 ക്യൂബ്. നൗ √3 ക്യൂബ് ഈസ് √3 ഇൻറ്റു √3 ഇൻറ്റു √3, ദാറ്റ് ഈസ് 3√3. √3 ക്യൂബ് എന്ന് പറഞ്ഞാൽ √3 3 പ്രാവശ്യം, √3 ഇൻറ്റു √3 ഇൻറ്റു √3, ദാറ്റ് ഈസ് 3√3 പ്ലസ് 8 ഇൻറ്റു √3 ഇൻറ്റു √2 ക്യൂബ് ഈസ് 2√2. Therefore the answer is 8 into 3 24, 8 into 3 24, √3 into √2 √6 plus 8 into 2 16 √6. 24 plus 16 is 40 √6. 24 √6 plus 16 √6 is 40 √6. Using binomial theorem, find the value of 102 raised to 4. Using binomial theorem, we have to expand 102 raised to 4. 102വിനെ 100 plus 2 എന്നെഴുതാം. അപ്പോൾ ഇവിടെ എക്സ്പാൻഷന് 100നോട് ബന്ധപ്പെടുത്തി നമ്മൾ തന്നിരിക്കുന്ന നമ്പറിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. 102 ആണെങ്കിൽ 100 plus 2, 101 ആണെങ്കിൽ 100 plus 1, 99 ആണെങ്കിൽ 100 minus 1 and so on. Here the question is 102 raised to 4, therefore 100 plus 2 raised to 4. Binomial expansion 4c0 100ൻ്റെ maximum power 4 plus 4c1 100ൻ്റെ പവർ ഒന്ന് കുറഞ്ഞു, സെക്കൻഡ് ടേമായി 2 സ്റ്റാർട്ട് ചെയ്തു, പ്ലസ് 4c2 ഇൻറ്റു 100ൻ്റെ പവർ ഒന്നും കൂടെ കുറഞ്ഞ് 2 ആയി, സെക്കൻഡ് ടേമായി 2 സ്ക്വയറായി, പ്ലസ് 4c3 ആയപ്പോൾ 100ൻ്റെ പവർ ഒന്നും കൂടെ കുറഞ്ഞു, 100 raised to 1 ആയി, 2ൻ്റെ പവർ ഒന്നുകൂടെ കൂടി 2 ക്യൂബായി, പ്ലസ് 4c4 ആയപ്പോഴേക്കും 100ൻ്റെ പവർ ഇല്ല, 2 raised to 4, 2 മാക്സിമം പവറിലെത്തി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വാല്യൂസ് നോക്കാം. 4c0 is 1, 4c1 is 4, 4c2 is 6, 4c3 is 4 and 4c4 is equal to 1. അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4c0 is 1 into 100 raised to 4. 1 കഴിഞ്ഞിട്ട് 8 zeros വരും, പ്ലസ് 4c1 is 4, 100 ക്യൂബ് 1 കഴിഞ്ഞിട്ട് 6 zeros വരും, 100ന് 2 0 raised to 3 ആകുമ്പോൾ 6 zeros വരും, ഇൻറ്റു 2 പ്ലസ് 4c2 is 6, 100 square is 10,000 into 2 square is 4, plus 4c3 is 4 into 100 into 2 cube is 8, plus 4c4 1 into 2 raised to 4 is 16. This is equal to 1 കഴിഞ്ഞിട്ട് 2 4 6 8 zeros പ്ലസ് 4 into 2 8, 6 into 4 24,000, 4 into 8 32, 3,200 plus 16. Answer is 108243216. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 101 ആണെങ്കിൽ 100 plus 1, 102 is 100 plus 2, 99 is 100 minus 1, 98 ആണെങ്കിൽ 100 minus 2, അങ്ങനെ വേണം എഴുതാൻ. Using binomial theorem, prove that 9 raised to n plus 1 minus 8n minus 9 is divisible by 64. We have to prove that 9 raised to n plus 1 minus 8n minus 9 is divisible by 64 using binomial theorem.
ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് 1+x⁴n+1ൻ്റെ എക്സ്പാൻഷൻ എഴുതാം. എപ്പോഴും 1+xൻ്റെ എക്സ്പാൻഷനാണ് എഴുതേണ്ടത്. പവർ ക്വസ്റ്റ്യനിലെ പവർ നോക്കി ഡിസൈഡ് ചെയ്യണം. 9n+1 ആയതുകൊണ്ടാണ് 1+x⁴n+1 നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ വരുന്ന പവർ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. n+1 c0, 1ൻ്റെ പവർ മാക്സിമം, ഫസ്റ്റ് ടേം അവിടെ, സെക്കൻഡ് ടേം ഇല്ല. n+1 c1 വരുമ്പോൾ 1ൻ്റെ പവർ 1 കുറഞ്ഞു, എക്സ് സ്റ്റാർട്ട് ചെയ്തു, പ്ലസ് n+1 c2, 1ൻ്റെ പവർ ഒന്നും കൂടെ കുറഞ്ഞു, എക്സിൻ്റെ പവർ ഒന്നുകൂടെ കൂടി, പ്ലസ് എക്സെട്ര, പ്ലസ് ലാസ്റ്റ് ടേം n+1 cn+1 x⁴n+1. ഓക്കെ, നൗ കുറച്ച് ബൈനോമിയൽ ടേംസ് മാത്രം നമുക്ക് കണ്ടുപിടിക്കാം. n+1 c0 ഈസ് 1, എനി നമ്പർ c0 ഈസ് 1 ഇൻറ്റു 1 എനി നമ്പർ ഈസ് 1 പ്ലസ് n+1 c1 is n+1, nc1 is n, therefore n+1 c1 is n+1, 1 any number is 1 into x plus ബാക്കി ബൈനോമിയൽ കോഎഫിഷ്യൻസ് സിംപ്ലിഫൈ ചെയ്യണം എന്നില്ല. പക്ഷേ 1ൻ്റെ ഏത് പവർ വന്നാലും 1 ആയതുകൊണ്ട് അത് എഴുതുന്നില്ല. പ്ലസ് എക്സെട്ര, പ്ലസ് n+1 c n+1 is 1, x⁴n+1 ncn is 1, therefore n+1 c n+1 is 1. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 9n+1 ആണ്. 9n+1 ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ടേം 9n+1 ആണ്. അപ്പോൾ 1+x⁴n+1ൽ എക്സിന് 8 എന്ന് കൊടുക്കുമ്പോൾ ഇത് 9n+1 ആകും. അപ്പോൾ എക്സിന് സ്യൂട്ടബിളായിട്ടൊരു വാല്യൂ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. എക്സിന് 8 കൊടുക്കാം. എക്സിന് 8 കൊടുക്കുമ്പോഴാണ് 1+8 9n+1 എന്ന് വരുന്നത്. 9n+1 is equal to 1 into 1, 1 plus n+1 into 8 plus n+1 c2 into 8 square plus etc. plus 8n+1. That is 9n+1 is equal to 1 plus n into 8. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 8n plus 8 plus n+1 c2 x square plus etc. plus 8n+1. That is 9n+1. ഈ 8n ലെഫ്റ്റ് വരുമ്പോൾ -8n ആകും. 1 + 8 is 9, അത് ലെഫ്റ്റ് വരുമ്പോൾ -9 ആകും. അതായത് ക്വസ്റ്റ്യനിലെ എക്സ്പ്രഷൻ 9n+1 -8n -9. 9n+1 കിട്ടാൻ നമ്മൾ എക്സിന് കറക്റ്റായിട്ട് 8 കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു 8n വന്നു, അത് ലെഫ്റ്റ് വന്നപ്പോൾ -8n ആയി. 1 + 8 9, അത് ലെഫ്റ്റ് വന്നപ്പോൾ -9 ആയി. ബാക്കി ഇത്രയും ടേംസിൽ 8 സ്ക്വയർ, 8 ക്യൂബ്, 8⁴, 8⁵, അങ്ങനെ 8n+1 വരെ വരും. അതിൽ നിന്ന് നമുക്ക് 8 സ്ക്വയർ അല്ലെങ്കിൽ 64 കോമൺ എടുത്താൽ n+1 c2 എന്ന് വരും. അടുത്ത ടേമിൽ 8 ക്യൂബ് ആണുള്ളത്, അതിൽ നിന്ന് നമുക്ക് 8 സ്ക്വയർ കോമൺ എടുക്കാം. അതിൻ്റെ അടുത്ത ടേമിൽ 8⁴ ആണ്, അതിൽ നിന്ന് 8 സ്ക്വയർ കോമൺ എടുക്കാം, എക്സെട്ര. 8n+1ൽ നിന്ന് 8 സ്ക്വയർ വെളിയിലെടുത്താൽ n+1 -2 വരും. 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ടൈംസ് ആണ്. 2 ടൈംസ് n+1ൽ നിന്ന് എടുത്താൽ n+1 -2. ദാറ്റ് ഈസ് 9n+1 -8n -9 is equal to 8 സ്ക്വയർ is 64. ഈ കോമ്പിനേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. അതിന് k എന്ന് വാല്യൂ കൊടുക്കാം. ഇവിടെ കോമ്പിനേഷൻസും 8ൻ്റെ പവേഴ്സുമാണുള്ളത്. അത് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും ഉറപ്പായിട്ട് കിട്ടുന്നത്. അതിന് k എന്ന് കൊടുത്താൽ
9n+1 മൈനസ് 8n മൈനസ് 9 എന്ന് പറയുന്നത് 64k എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 64. Therefore, the expression 9n+1 minus 8n minus 9 is divisible by 64.